ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് പെർമിറ്റ് നിർബന്ധമാക്കി. ഏപ്രിൽ 10 മുതലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിനും സൂക്ഷിക്കുന്നതിനും നിബന്ധനകൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും 50 ലിറ്ററോ അതിൽ കൂടുതലോ ഉള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നവർ പെർമിറ്റ് എടുക്കണം. ബില്ല്, ഡെലിവറി നോട്ട തുടങ്ങിയ രേഖകളോടൊപ്പം തിരുവനന്തപുരം ടാക്സ് പെയർ സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡെപ്യൂട്ടി കമ്മീഷണർ അംഗീകരിച്ച പെർമിറ്റിന്റെ ഒറിജിനൽ കൂടി കരുതണം. ഒരു പെർമിറ്റ് പ്രകാരം 75 ലിറ്റർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമേ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ ഒരു പെർമിറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. പെർമിറ്റിന്റെ കാലാവധി 3 ദിവസമായിരിക്കും. എണ്ണ കമ്പനികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്കുമായി KGST നിയമപ്രകാരമുള്ള അംഗീകൃത സ്ഥാപനങ്ങൾക്കും പെർമിറ്റ് ആവശ്യമില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലക്ഷ്യം വെച്ചതിനേക്കാൾ 500 കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ച ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷം 5614 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. 5150 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ലക്ഷ്യം. എന്നാൽ 5614 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണത്തിനും വികസനത്തിനുമായി ഈ വർഷം 2,50,000 കോടി രൂപ ചെലവഴിച്ചതായി NHAI അറിയിച്ചു. എന്നാൽ മുൻ സാമ്പത്തിക വർഷം റോഡ് നിർമ്മാണത്തിനായി 2,40,000 കോടി രൂപയുടെ ബജറ്റാണ് ക്രമീകരിച്ചിരുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 2,07,000 കോടി രൂപയാണ് NHAI റോഡ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. 2023-24 വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 21% വർധനമാണ് ഉണ്ടായത്. കൂടാതെ 2022-23 വർഷത്തിൽ 1,73,000 കോടി രൂപയുടെ നിർമ്മാണമായിരുന്നു NHAI നടത്തിയത്. 2024-25 45% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തിന്റെ പീക്ക് ടൈം വൈദ്യുത ഉപഭോഗം 2 വർഷത്തിനുള്ളിൽ 7000 മെഗാവാട്ട് കവിയും. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഊർജ്ജ സംഭരണ പഠന റിപ്പോർട്ടിലാണ് സൂചന. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 വരെയാണ് പീക്ക് ടൈം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് ഏകദേശം 5300 മെഗാവാട്ടായിരുന്നു. ഇപ്പോഴുള്ള വൈദ്യുത വാഹന ചാർജിങ്ങും AC-യുടെ ഉപയോഗവും വർധനവിന്റെ പ്രധാന കാരണങ്ങളാണ്. വർധനവിന്റെ 60% പ്രതീക്ഷിക്കുന്നത് ഈ മേഖലയിൽ നിന്നാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. നിലവിലെ കേരളത്തിന്റെ പീക്ക് ഡിമാൻഡ് അനുസരിച്ച് 7 ഗിഗാവാട്ടിൽ കൂടുതൽ ഊർജ്ജ സംഭരണ ശേഷി സംസ്ഥാനത്തിനുണ്ടാകണം. കേരളത്തിലെ നിലവിലുള്ള വൈദ്യുതി സംഭരണ സംവിധാനങ്ങളിൽ സൗരോർജ്ജം ഉപയോഗിക്കുന്നത് കൂടുതൽ ചെലവ് കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശരിയായ വൈദ്യുതി സംഭരണ സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കൽ, സംഭരണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂതനമായ നയങ്ങൾ, സംരംഭങ്ങൾ എന്നിവ നടപ്പാക്കുക എന്നിവയാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ISROയിൽ തൊഴിലവസരം. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ അസിസ്റ്റന്റ് ഡ്രൈവർ, ഫയർമാൻ, കുക്ക് തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 15 മുമ്പായി അപേക്ഷ സമർപ്പിക്കണം.